ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി 4ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർന്നു. ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 474 റൺസിന് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 5ന് 164 റൺസ് എന്ന നിലയിലാണ്. സീനിയർ താരങ്ങളും നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയ ആകാശ്ദീപ് അടക്കം വിക്കറ്റുകൾ വീണു. ഇനിയും 5 വിക്കറ്റ് ശേഷിക്കെ ഓസ്ട്രേലിയക്കൊപ്പം എത്താൻ ഇന്ത്യക്ക് 310 റൺസിന്റെ ആവശ്യമുണ്ട്. ഈ ടെസ്റ്റിലും അതുപോലെ തന്നെ കഴിഞ്ഞ ടെസ്റ്റിലും ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഫോളോ ഓൺ ഒഴിവാക്കുക എന്നതായിരുന്നു. ഈ ടെസ്റ്റിലും അങ്ങനെ തന്നെയാണ്. ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 474 റൺസ് നേടി. 274 റൺസിന് താഴെയാണ് ഇന്ത്യ സ്കോർ ചെയ്യുന്നതെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കാവുന്നതാണ്. കഴിഞ്ഞ ടെസ്റ്റിൽ വാലറ്റക്കാരാണ് ഇന്ത്യക്ക് ഫോളോ ഓൺ ഒഴിവാക്കി കൊടുത്തത്. ഈ ടെസ്റ്റിൽ ഇനിയും ഇന്ത്യക്ക് 5 വിക്കറ്റ് കയ്യിലുണ്ട്. ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. ഇനി വരാനുള്ളത് വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും ബാറ്റിങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഫോളോ ഓൺ ഒഴിവാക്കുമെന്ന് തന്നെയാണ് എല്ലാ ആരാധകരും വിശ്വസിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ തുടക്കത്തിൽ ശക്തമായ വെല്ലുവിളി ഇന്ത്യ ഉയർത്തിയിരുന്നു. SSC ജയ്സ്വാളും വിരാട് കോഹ്ലിയും ചേർന്ന മികച്ച പാർട്ട്ണർഷിപ്പാണ് ഒരുക്കി കൊടുത്തത്. എന്നാൽ വെറും 7 റൺസിന്റെ 3 വിക്കറ്റുകളാണ് ഇന്ത്യ കൈവിട്ടത്. 2ന് 153 എന്ന മികച്ച സ്കോറിൽ നിന്നും 159 5 വിക്കറ്റുകൾ വീണ്ടു. ജയ്സ്വാളിൻ്റെത് റിസ്കി ആയിട്ടുള്ള സിംഗിൾ തന്നെയാണ്. വിരാട് കോഹ്ലി മികച്ച റണ്ണർ തന്നെയാണ്. താരത്തിന് അത്രയും മികച്ചതായിട്ട് വിക്കറ്റിലോടുന്ന താരങ്ങൾ വേറെയില്ല. എന്നാൽ താരം അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിംഗിൾ അത്രമാത്രം റിസ്ക്കാണ്. ജയ്സ്വാളിന്റെ എടുത്തുചാട്ടം തന്നെയാണ് റണ്ണൌട്ടിന് പിന്നിലെന്നത് ഉറപ്പാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.